ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സമ്മർ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. 2025 തിയേറ്റേഴ്സ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത ചിത്രമായിരുന്നു ഒഡല 2 എന്ന് പറയുന്ന ചിത്രം. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടിട്ടില്ലായതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ടോട് കടക്കുമ്പോൾ ഒരു ട്രെയിലർ ഒരു പോസ്റ്റേഴ്സ് ഒന്നും തന്നെ കണ്ടിരുന്നില്ല. അപ്പോൾ എന്താണ് ഈ പടത്തിനകത്തുള്ള അത് കാണാൻ ഭയങ്കര ക്യൂരിയാസിറ്റി തോന്നിയിരുന്നു. ഞാൻ പ്രൈം വീഡിയോയിൽ ഞാൻ ഇതിൽ തമിഴാണ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഒഡല 2 കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ദുരന്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയും അത്യാവശ്യം നല്ല കണ്ടിരിക്കാമെങ്കിൽ പരിധിക്ക് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഒരു ദുരന്തത്തിലേക്ക് ഇറക്കുന്നൊരു പരിപാടി തന്നെയാണ്. നമുക്കറിയാം സാധാരണ തെലുങ്ക് പടത്തിൽ ഭയം ഭക്തി പരിപാടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇതിനും അതേ ഒരു പാറ്റേൺ തന്നെയാണ്. ഒരു ഹൊറർ ബേസിലൊക്കെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. കുറച്ച് സയൻസും അതുപോലെ തന്നെ ഹൊററും പ്രേതം പരിപാടിയും കാര്യങ്ങളൊക്കെ വന്ന് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഭക്തി ദൈവം പരിപാടിയും പണ്ടത്തെ വിശ്വാസങ്ങൾ എന്നൊക്കെയാണ് ഇതിൻ്റെ കണ്ടൻറ്റായി നോക്കുന്നത്. അതുപോലെ തന്നെ അശോക് തേജാണ് ഡയറക്ഷൻ. അതുപോലെ തന്നെ സമ്പത് നാടിയാണ് തിരക്കഥ. കാസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വന്നിട്ടുള്ളത് തമന്ന ബാട്ടെ അതുപോലെ ഹിബ പാണ്ഡെ തുടങ്ങിയവരൊക്കെയാണ് ഇപ്പോൾ തരമായും കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. കാരണം എനിക്കൊന്നും ഗ്ലാമറസ് ആയിട്ടുള്ള നടിമാരെ കൊണ്ടുവന്നിട്ട് അധികം എന്താ പറയുക നോർമലായിട്ടുള്ള വ്യക്തികളായിട്ടാണ് ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അധികം പരിപാടിയും കാര്യങ്ങളൊന്നും പടത്തിലോട്ട് എത്തിച്ചിട്ടില്ല. ഇതൊരു ഹൊറർ മൂവിയാണ്. അതായത് പഴയൊരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയുമായി ബന്ധപ്പെട്ടാണ് കണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അങ്ങനെ സ്റ്റാർട്ടിങ് തന്നെ ഭയങ്കര ബിൽഡപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടി നടന്നു വരുന്നുണ്ട്. കുട്ടിയുടെ കയ്യിൽ ഒരു തലയുണ്ട്. ഒരു പെണ്ണിൻ്റെ തലയായിട്ടാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ പലരും ഗംഭീരമായിട്ട് ഭയപ്പെടുന്നു. നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു. അങ്ങനെയാണ് പറയുന്നത് അവളുടെ ഈ തലയായിട്ട് വരുന്ന ഒരു വ്യക്തിയായിട്ടുണ്ട്. അല്ല തല മരിച്ച ആ പെണ്ണിൻ്റെ ഭർത്താവിനെ ആ പെണ്ണ് കൊന്നു. ആ പെണ്ണിനെ വേറെ ആരോ കൊന്നു. എന്താണ് കാര്യം എന്ന് അറിയുന്നില്ല. എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. പിന്നീട് അവിടെ നിന്നാണ് കഥ ആരംഭിക്കുന്നത്, കഥ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മെയിനായിട്ട് ഒരു വില്ലനുണ്ട്. അപ്പോൾ ആ വില്ലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ സമാധാനം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വില്ലൻ തന്നെയാണ്. ഒരു പടു ക്രിമിനൽ എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികളെ അല്ലെങ്കിൽ ഏകദേശം എന്താ പറയുക ഫസ്റ്റ് നൈറ്റിന് മുമ്പായിട്ട് ചെല്ലുന്നു, പീഡിപ്പിക്കുന്നു, കൊല്ലുന്നു. അപ്പോൾ അങ്ങനെ കാരണം നാട്ടിൽ പൊറുതി മുട്ടുന്നു. ഒരു ദിവസം ആ വ്യക്തി മരണപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി കൊല്ലുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ കഴുത്തറുത്ത് കൊല്ലുന്നുണ്ട് ആ വ്യക്തിയെ. പക്ഷെ എന്താ പറയുക, ആ കേസൊക്കെ എല്ലാം കഴിഞ്ഞ് ബോഡി വിട്ടു കൊടുക്കുന്ന സമയത്ത് നാട്ടുകാർ സമ്മതിക്കുന്നില്ല. അങ്ങനെ സമാധാനത്തോടെയും മരിക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പേർ അവൻ എന്താണ് ശിക്ഷ എന്ന് പറയുമ്പോൾ ജീവനോടെ അല്ല എന്താ പറയുക ഒരു കുഴിച്ചിടാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ഒരിക്കലും ആത്മാവിന് ശാന്തി കിട്ടാതെ അലഞ്ഞിരിഞ്ഞ് നടക്കാനുള്ള പരിപാടിയും ചെയ്യുന്നു. ഇപ്പോൾ സാധാരണ പടത്തിലെ പോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ച എന്തൊക്കെയായിരിക്കും ഈ കോഴിത്തല അതുപോലെ തന്നെ മനുഷ്യൻ്റെ വസ്ത്രങ്ങൾ മുടി നഖം പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെല്ലുന്നു, അലഞ്ഞിരിഞ്ഞ് നടക്കുന്നു. അങ്ങനെ ഈ പ്രേതം വേണ്ടെന്ന് ആത്മാ അങ്ങനെ അലറിക്കറിയുന്നുണ്ട്, ആരും കേൾക്കുന്നില്ല. അങ്ങനെ നീണ്ട ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും ആ സ്ഥലത്തിലേക്ക് വേറൊരു വ്യക്തി വരികയാണ്. വ്യക്തി വരുന്ന സമയത്ത് നോർമലായിട്ട് അവിടേക്ക് എന്താ പറയുക മൂത്രയ്ക്കാൻ പോകുന്നു. അങ്ങനെ സമയത്ത് ഒരു മുള്ളു കൊള്ളുന്നു, ചോര വരുന്നു, വീണ്ടും പ്രേതത്തിന് ഇറക്കുന്നു. പ്രേതം കയറുന്നു. നാട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു, കൊല്ലുന്നു. ഈ മറ്റേ വ്യക്തി അകത്ത് പോകുന്നു. തന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഈ പ്രേതത്തിൻ്റെ എന്താണ് മനസ്സിലാക്കാൻ സമാധാനം നശിച്ചുകൊണ്ടിരിക്കുന്നു. ഭയപ്പെടുന്ന നാട്ടിലോട്ട് ആ പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ വേണ്ടി ഇൻ്റർവ്യൂവിൽ തൊട്ട് മുമ്പാണ് നമ്മുടെ തമിഴ്നാട് ഇൻട്രോ കാണിച്ചിട്ടുള്ളത്. അത്യാവശ്യം ആ ഇൻട്രോ ആണ് ബിൽഡപ്പും പരിപാടിയും കാര്യമൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ആക്ഷൻസ് ചെയ്യുന്നുണ്ട്. നല്ല ഒരു പക്ക കോമഡി പോലെയാണ് ചെയ്തത്. കാരണം തമ്മിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ചുള്ളിക്കൊമ്പ് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തീർച്ചയായും അവിടെ ഭയങ്കര ഒരു ചേരാത്ത പോലെ തോന്നിയെങ്കിൽ പോലും ഏറ്റു വരുന്ന ഒരു BGM ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ആ വ്യക്തിയെ കൊണ്ടുള്ള ബിൽഡപ്പും പരിപാടിയും കാരണമൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഭാഗങ്ങൾക്ക് തന്നെയായിരുന്നു. അതുപോലെ നമ്മുടെ പ്രകടനം നോക്കി കഴിഞ്ഞാലും ഡെലിവറി ആണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു ഓക്കെ ലെവലിൽ തന്നെ. കോസ്റ്റ്യൂം ആണെങ്കിൽ പോലും ഒരു സന്യാസിയുടെ ലുക്കിലാണ് വരാൻ വേണ്ടി പോകുന്നത്. പണ്ടത്തെ ചില പ്രശ്നങ്ങൾ കാരണം എല്ലാം ഉപേക്ഷിച്ച് സന്യാസത്തിലേക്ക് ആക്കുന്നു. ശിവനുമായി കമ്പയർ ചെയ്യുന്ന ഒരു ശക്തി, ഒരു ആദിപരാശക്തി എന്ന് പറഞ്ഞ പോലെ തന്നെ രൂപകൽപ്പനയൊക്കെയാണ് തമനയ്ക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ വേണ്ടി ഒരുപാട് രംഗങ്ങൾ നടക്കുന്നുണ്ട്. അതിലെ അവസാന ഭാഗത്തെത്തുമ്പോൾ ലോജിക്ക് നോക്കാത്ത ഒരുപാട് രംഗങ്ങൾ പ്രേതത്തിന് വേണ്ടി സ്വയം ശരീരം കൊടുക്കുന്ന ഭാഗമായി കാണിക്കുന്നു. പ്രേതം നാട്ടുകാരെ മുമ്പിൽ വെച്ച് നിന്ന് ഞാൻ പീഡിപ്പിക്കുന്നു പറയുന്നു. പിന്നെ എല്ലാവരും ആ പ്രേതത്തിനെ കാണാണ്. അതൊക്കെ എന്താണെന്നൊക്കെയുള്ള ചിന്താഗതിയൊക്കെ മറിയുന്നുണ്ട്. അങ്ങനെ അടുക്കുന്നു. അതൊക്കെയാണ് പടത്തിൻ്റെ ചോദ്യമുള്ളത്. അവസാന ഭാഗത്തുമ്പോൾ ഒഡല 2 പകരം ഓടിക്കോ എന്ന് പറയുന്ന ഒരവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് തോന്നുന്നു പടത്തെക്കുറിച്ച് പറയുമ്പോൾ ആവറേജ് അനുഭവമായിട്ടോ അല്ലെങ്കിൽ അതിന് താഴെ നിൽക്കുന്ന അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കൂടുതലായിട്ട് ഞാൻ ഭയങ്കര ആകാംക്ഷയോ ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം വെച്ചാൽ ട്രെയിലർ ആണെങ്കിലും ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ പറയാം വാവ് എന്ന് തോന്നുന്ന തരത്തിലോ ഒന്നും തന്നെ പടത്തിലുണ്ടാകുന്നില്ല. പടത്തിൻ്റെ ഒരു പോരായ്മയായിരിക്കും ഒരു പക്ഷേ അതായിരിക്കാം അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എനിക്ക് തോന്നുന്നുണ്ട്.
അപ്പോൾ തീർച്ചയായും മോഡൽ 2 കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു ബിലോ ഏവറേജ് അനുഭവം അല്ലെങ്കിൽ ശരാശരിക്ക് താഴെ നിൽക്കുന്ന അനുഭവമൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. മോഡൽ 2 കുറിച്ച് പറയുമ്പോൾ കാര്യമായിട്ട് സമയം താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാമെന്ന് മാത്രം, അല്ലാത്തവർ ഉണ്ടെങ്കിൽ ഓടിക്കോ എന്ന് പറയുന്ന അവസ്ഥ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.